തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ഒരു മനുഷ്യനെ കാണാതായിട്ട് 32 മണിക്കൂർ പിന്നിടുകയാണ്. രക്ഷാപ്രവർത്തനത്തിൽ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കപ്പെട്ടു. ഒരേ മനസ്സോടെ വിവിധ ഏജൻസികൾ പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയതിൻ്റെ രണ്ടാം ദിവസമാണിന്ന്. ഏതാണ്ട് രണ്ടാം ദിവസം വൈകുന്നേരം ആകുമ്പോഴും ഒരു ഉദ്ദേശിച്ച ഫലം കൈവരിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയുന്ന പോലെ ഒരുപാട് മാലിന്യ കൂമ്പാരങ്ങൾ കുന്നുകൂടി കിടക്കുന്ന ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ നമ്മുടെ വിവിധ ഏജൻസികൾ, ഫയർഫോഴ്സും അതേപോലെയുള്ള രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടുള്ള NDRF ഉൾപ്പെടെയുള്ള ആളുകൾ മണിക്കൂറുകളായി തിരയുകയാണ്. നിങ്ങൾക്കറിയാം, കക്കൂസ് മാലിന്യം പോലും ഒഴുകി വരുന്ന ഈ വെള്ളത്തിൽ നിന്നാണ് ഇത്രയധികം മണിക്കൂർ ഇവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെ കാണുന്നവരോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഇനിയെങ്കിലും ഈ ആമയിഴഞ്ചാൻ തോട്ടിലേക്കും അതേപോലുള്ള സ്ഥലങ്ങളിലേക്കും നിങ്ങൾ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക. കിടക്കയും മെത്തയും ഒക്കെ ഇന്ന് ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ കണ്ടു. എന്തെല്ലാം സാധനങ്ങളാണ് ആളുകൾ ഈ തോട്ടിലേക്ക് വലിച്ചെറിയുന്നത് എന്നതിൻ്റെ ഒരു നേർചിത്രം കൂടിയായി ഇന്നത്തെ വാർത്താപ്പകൽ. അതുകൊണ്ട് തന്നെ ഇത് കാണുന്നവർ, അതായത് നമുക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യർ തന്നെയാണ് മൂക്കിൽ പിടിക്കാതെ അവരെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നത്. അത് എത്രയോ മണിക്കൂറായി. കാര്യം, ഇവരൊക്കെ മനുഷ്യരെ പോലെ ഈ നാട്ടിൽ ജീവിക്കേണ്ടവരാണ് എന്നാലോചിച്ച് ഇനിയെങ്കിലും ഈ തോട്ടിലേക്ക് ഇതേപോലെയുള്ള ജലാശയങ്ങളിലേക്കും അത്യാവശ്യം മാലിന്യമൊക്കെ വലിച്ചെറിയാതെ മാലിന്യം സംസ്കരിക്കാനുള്ള വഴികൾ തേടുക. ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ നാവികസേനയും കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അഴുക്കുചാലിലെ ടണൽ മുഖങ്ങളിലെല്ലാം തെരച്ചിൽ സംഘങ്ങളുണ്ട്. ഇപ്പോൾ കേരളം ജോയിക്കായി കാത്തിരിക്കുന്നു. നമുക്കൊപ്പം സലീം മാലിക് ആദ്യം ചേരുന്നു. സലീം, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള അപ്ഡേറ്റ് എന്താണ്? കാരണം ഇപ്പോഴും പ്രതീക്ഷയിൽ തന്നെയാണോ നമ്മുടെ NDRFും അതേപോലെ ഫയർഫോഴ്സും? ഇന്നലെ രാവിലെ 10 മണിക്ക് ആരംഭിച്ച ദൗത്യം, അത് സമാനതകളില്ലാത്ത രക്ഷാദൗത്യം, ഫയർഫോഴ്സിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു വലിയ ദൗത്യം, ഏറ്റവും വലിയ ദൗത്യങ്ങളിൽ ഒന്നായ ഒരു ദൗത്യം. അത് 32 മണിക്കൂർ പിന്നിടുമ്പോഴും അത്രയധികം എഫേർട്ട് എടുത്ത ഒരു വർക്ക്, അതിന് ഇതുവരെയും റിസൾട്ട് ഉണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സങ്കടകരമായ വസ്തുതയാണുള്ളത്. ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് ഇവിടെ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്, ഇവിടെ കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി സ്ക്യൂബ ഡൈവിംഗിലൊക്കെയും സാധ്യമാകാതിരുന്നത്, കണ്ടെത്താൻ കഴിയാതിരുന്നത് 117 മീറ്റർ പോയിട്ടും, അത് പൂർണ്ണസമയമായി പോയിട്ടും ജോയിയെ കണ്ടെത്താൻ കഴിയാത്തതിന് ശേഷം ഫ്ലഷിംഗ് തുടങ്ങി. ഇവിടെ നിന്നും ഫ്ലഷ് ചെയ്ത് ഈ വെള്ളം വലിയ വേഗത്തിൽ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയിരുന്നത്. പക്ഷേ അതും ഇപ്പോൾ പൂർണ്ണ അർത്ഥത്തിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ 1 മണിക്കൂർ കൂടി വീണ്ടും ഫ്ലഷ് ചെയ്ത് നോക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്ന ഫ്ലഷിങ്ങിൽ പങ്കെടുത്ത ടീമുകളാണ്. ഇവരായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളായി എന്താണ് പറയുക, അത്രയും മോശം വെള്ളത്തിൽ ഒക്കെ ഒരു മനുഷ്യജീവന് വേണ്ടി പൊരുതുന്ന മനുഷ്യരാണ്. അവർക്ക് ആദ്യം തന്നെ നിങ്ങൾക്കൊരു സല്യൂട്ട് നൽകിക്കൊണ്ടാണ് തുടങ്ങുന്നത്. നിങ്ങൾ ഈ ഫ്ലഷിംഗ് നടത്തിയപ്പോൾ അതിലെ പ്രധാനപ്പെട്ട വെല്ലുവിളിയായി പറയുന്നത് പാറ കണക്കെ കട്ടിപിടിച്ച് മാലിന്യം നിൽക്കുന്നു എന്നാണ്. എന്തായിരുന്നു അതിൻ്റെ അകത്തുള്ള ഒരു അവസ്ഥ? ശരിക്കും ഇത് തന്നെയാണ്, കാലാകാലങ്ങളായിട്ട് അടിഞ്ഞു കൂടിയിട്ടുള്ള പ്ലാസ്റ്റിക് മാത്രമല്ല, എല്ലാ വേസ്റ്റുകളും നമ്മൾ പുറന്തള്ളുന്ന ഡയപ്പർ, അതുപോലുള്ള വേസ്റ്റുകൾ, ഹോസ്പിറ്റൽ മാലിന്യങ്ങൾ, അതുപോലെ പ്ലാസ്റ്റിക് തുടങ്ങിയ കംപ്ലീറ്റ് മാലിന്യം അടിഞ്ഞുകൂടി, ഈ ചെളി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉൾപ്പെടെ അടിഞ്ഞുകൂടിയിട്ട് ഈ കാലങ്ങളായിട്ട് നമ്മൾ റോക്ക് ഫോർമേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ ഒന്ന് സെറ്റായിട്ടിരിക്കുകയാണ്. നമ്മൾ ഒത്തിരി ഹൈ പ്രഷറിൽ നമ്മൾ ഫുൾ ത്രോട്ടലിൽ നമ്മുടെ പമ്പ് വെച്ചിട്ട് ഒരു വാദം പിടിച്ചിരിക്കുന്നതെല്ലാം ഇളകി പോരേണ്ടതാണ്, ചെയ്തിട്ട് പോലും ഇളകുന്നില്ല. അത്രയും നമ്മൾ അതിൽ നിന്ന് ഇരിക്കുന്ന കൈ കൊണ്ടുപോലും, അതായത് വർഷങ്ങളാണ്, അതൊരു 10 വർഷമൊന്നുമല്ല, അതിന് മുൻപേ ഉള്ള മാലിന്യങ്ങൾ ഉൾപ്പെടെ അവിടെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിലല്ലേ അത് അത്ര കട്ടിയായിരിക്കും? മേബി ആയിരിക്കാം. അത്രയും കാലങ്ങളായിട്ട് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വേസ്റ്റ് ആകുമ്പോൾ വെള്ളം എത്ര ഫ്ലോ ഉണ്ടായിരുന്നാലും വെള്ളപ്പൊക്കം വരുന്ന സമയത്തായിരുന്നു ഈ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഇത് ഒരുമിച്ച് കൂടിയിരുന്നിട്ട് ഇത് മേളിലേക്ക് ഉയരും. വാട്ടർ ലെവൽ താഴുമ്പോൾ ഇത് താഴേക്ക് പോകും. അതാണ് അവസ്ഥ. അങ്ങനെ ഇത് ഹൈലി ഫോം ചെയ്ത് അങ്ങനെ ഇവിടുന്ന് ഇത്രയും ദൂരം നല്ല കട്ടിയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അത് അവിടുന്ന് ഇളക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹെവി ടാസ്ക്കാണ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ നോക്കിയിട്ട് വളരെ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ നമ്മുടെ അത് റിപ്പോർട്ട് നമ്മൾ വിചാരിക്കുന്ന ഫ്ലോ അതിന് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല, കിട്ടിയിട്ടില്ല. അങ്ങനെ അതിന് റിസൾട്ട് കുറവായതുകൊണ്ടാണ്, വെറുതെ ചെയ്യുന്നൊരു കാര്യം ആയതുകൊണ്ടാണ് നമ്മൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സാറുമാരവിടെ മീറ്റിംഗ് കൂടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇനി അടുത്ത പദ്ധതി എന്നുള്ളത്, ഉടനെ വേറൊരു പദ്ധതി എന്താണെന്നുള്ളത് ആവിഷ്കരിച്ചിട്ട് സാർ പറയുന്നതായിരിക്കും. നിങ്ങളുടെ ടീം തന്നെ അല്ലായിരുന്നു ഈ സ്ക്യൂബ ഡൈവിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്? അപ്പം അതിലെങ്ങനെയാണ് നിങ്ങൾക്കുണ്ടായിരുന്നത് ബുദ്ധിമുട്ടുകൾ? സ്കൂബ ഡൈവിംഗ് എന്ന് പറയുന്നത്, ഇത് നമ്മൾ സാധാരണ സ്കൂബ ചെയ്യുന്നതാണെങ്കിലും ഇതൊരു കേവ് ഡൈവിംഗ് പോലെയാണ്. അപ്പോൾ അത്രയും ഡേഞ്ചറസ് ആണ്. മീൻസ് 1/2 മീറ്റർ ഹൈറ്റിലേ വെള്ളമുള്ളൂ. അതിന് മുകളിലേക്ക് 1.5 മീറ്റർ ഹൈറ്റിലേക്ക് ഈ വേസ്റ്റ് കട്ടിയായിട്ട്. അപ്പോൾ നമുക്ക് സ്കൂബ ഡൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു കേവിനകത്ത് കൂടെ പോകുന്നൊരവസ്ഥയാണ്. കാരണം നമ്മൾ ഡൈവ് ചെയ്ത് നടന്നല്ല പോകുന്നത്, കിടന്നാണ് പോകുന്നത്.
കിടന്ന ഫ്ലാറ്റായിട്ട് കിടന്നാ പോകുന്നത്. അങ്ങനെ കിടന്നിട്ട് പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇന്ന് മേളിലേക്ക് നോക്കാനോ ഒന്നും പറ്റുകയില്ല. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് സ്പർശിച്ചിട്ടാണോ നമുക്ക് വിഷൻ ഇല്ല, ഫുൾ ബ്ലാങ്ക് ആണ്. അപ്പോൾ അത് കാരണം കൈ കൊണ്ട് ടച്ച് ചെയ്താണ് പോകുന്നത്. അപ്പോൾ അതിനിടയിൽ കിട്ടിയാൽ ഓക്കെ, മേളിലെങ്ങാനും വേസ്റ്റിനിടയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും, അങ്ങനെ എടുക്കുന്നു. അങ്ങനെയാണ് ചെയ്തു പോകുന്നത്. ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്ത് അങ്ങനെയാണ്. നമുക്ക് എണീറ്റ് നിന്ന് സെർച്ച് ചെയ്യാനോ ജസ്റ്റ് നോക്കാനോ എന്നുള്ള സാധ്യത ഇല്ല അവിടെ. കാരണം വേസ്റ്റ് അടിഞ്ഞെങ്കിൽ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റ് സ്കൂബ അതിൽ തങ്ങിപ്പോകും. നമ്മൾ ഇറങ്ങുന്ന ആൾ ഡൈവർ കാഷ്വാലിറ്റി ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ നമുക്ക് എണീക്കാൻ പറ്റില്ല, കാരണം അത് പോയിട്ട് അത്രയും ഹെവി മാലിന്യമാണ്. അപ്പോൾ അതിൻ്റെ സാധ്യതയിൽ നമ്മൾ ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം വെള്ളത്തിലൂടെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചവരെ നമ്മളിപ്പോൾ ചെയ്യുന്ന ലാസ്റ്റ് സമയത്താണ് വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞിട്ട് നമുക്ക് ഡൈവ് ചെയ്യാൻ പറ്റാണ്ട് നിങ്ങളുടെ അവിടെ ഞെരുങ്ങിപ്പോയി, നമ്മുടെ 2 ഡ്രൈവർ ഞെരുങ്ങിപ്പോയി. അങ്ങനെ തിരിച്ച് ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി നോക്കിയത്. അപ്പോൾ ഇനി അടുത്തെന്താ പ്ലാൻ എന്നുള്ളത് ഉടനെ അറിയിക്കും. പല പല ഫ്ലക്സ്, ചാക്ക്, അങ്ങനെ മറ്റു അതാണ്. അതായത് ഇതിൽ ഈ സ്ക്യൂബ ഡൈവിങ്ങിലായാലും ഇപ്പോഴുള്ള ഫ്ലഷിങ്ങിലായാലും നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അത് വർഷങ്ങളുടെ മാലിന്യം, അതൊരു നിക്ഷേപമായി അതൊരു പാറക്കല്ല് കണക്കെ ഇരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഈ ടീം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. മാത്രമല്ല ഇത് 117 മീറ്ററാണ്, അത് ടണലുണ്ട്, അതുപോലെ തന്നെ ഇതുപോലുള്ള മാൻഹോളുകളുണ്ട്. ഈ ഇതുപോലുള്ള മാൻഹോളുകളിൽ ഇപ്പൊ തന്നെ നമുക്ക് കാണാൻ കഴിയും. അവിടേക്ക് നമ്മുടെ ക്യാമറമാൻ സിറിൽ ദൃശ്യങ്ങൾ കൂടി ഒന്ന്, ആ മാലിന്യത്തിന്റെ ദൃശ്യങ്ങൾ കൂടി, മാൻഹോളിന്റെ ഒരു വശത്തെ മാലിന്യത്തിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും. ഇതിങ്ങനെ ഒരു പാറക്കല്ല് കണക്കെ, ഇതിങ്ങനെ ഒരു കട്ട പിടിച്ചൊരു മതില് കെട്ടി വെച്ചിരിക്കുന്നത് കണക്കെ ഇങ്ങനെ ഈ മാലിന്യം ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ 2 വശത്തെയും മാലിന്യങ്ങൾ നീക്കം ചെയ്തതിന് ശേഷവും ഇത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു പ്രതിസന്ധി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. മാത്രമല്ല ഒരു മനുഷ്യന് കഷ്ടിച്ചിതിൽ നിൽക്കാൻ മാത്രമേ പറ്റൂ. അവിടെയാണ് ഈ ഓക്സിജൻ ലെവൽ ഉൾപ്പെടെ ക്രമീകരിച്ചുകൊണ്ട് പോയാൽ പോലും വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനകത്ത് നിന്നാണ് കഴിഞ്ഞ മണിക്കൂറുകളായി ഈ മനുഷ്യരൊക്കെയും ഇത്തരത്തിലുള്ള പരിശോധന നടത്തിയത്. ഇത് മാത്രമല്ല, ടണലിലേക്ക് പോയാലും അല്പം കൂടി വിസ്തൃതി ആ ടണലിനുണ്ടെങ്കിലും അവിടെ ഇതിനേക്കാൾ വലിയ മാലിന്യമാണ്. അത് നമ്മൾ ഏറ്റവും അവസാനം അതിന്റെ എക്സിറ്റിൽ, ഈ റെയിൽവേയുടെ ഭൂമിയുടെ എക്സിറ്റിൽ, ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ, അതായിരുന്നു ഏറ്റവും അധികം ഭീകരമായ നിലയിൽ മാലിന്യം അടിഞ്ഞുകൂടിയത്. അവിടെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ റെയിൽവേ അതിന്റെ ഏറ്റവും അതിഗുരുതരമായ നിലയിൽ ഉത്തരവാദിത്തമില്ലായ്മ വിളിച്ചോതുന്നതായിരുന്നു. റെയിൽവേയുടെ ടോയ്ലറ്റിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ ഉൾപ്പെടെ ആ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഒരു പൈപ്പ് കൊടുത്ത് ഡയറക്റ്റ് തോട്ടിലേക്ക് പോവുകയാണ്. അതായത് എത്രയും ഭീകരമായ ഒരവസ്ഥ. അതായത് റെയിൽവേയുടെ ഉത്തരവാദിത്തമില്ലായ്മയുടെ ഒരു നേർചിത്രമായിരുന്നു അത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിന് ഇനി എന്തു മറുപടി പറഞ്ഞാലും അത് മതിയാവാത്ത വിധത്തിലുള്ള ഒരു ഈ ആമയിഴഞ്ചാൻ തോടിനോട് തന്നെ ചെയ്യുന്ന ഒരു ക്രൂരതയായിരുന്നു. ആ വെള്ളത്തിൽ അത്രയും, ആ തുടക്കത്തിൽ നമ്മൾ ആദ്യ ഭാഗത്ത് കാണുന്നത് പോലെയുള്ള വെള്ളമായിരുന്നില്ല അപ്പുറത്തെ സൈഡിൽ. അവിടെ ഈ അവിടുത്തെ ദുർഗന്ധം, അതിനപ്പുറത്തേക്ക് ആ വെള്ളത്തിന് പോലും ഒരു കളർ വ്യത്യാസമുണ്ട്. അങ്ങേയറ്റം വൃത്തികെട്ട. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ഈ പ്രജിത്ത് ഒരു യൂട്യൂബ് സന്ദേശം അയച്ചിരുന്നു. പ്രജിത്ത് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനോട് വീട്ടിൽ പോയാൽ പറയണം, ഇന്നലെ വന്നതല്ലേ എന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് മേയർ വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് ഉടനെ സന്ദേശം അയക്കാൻ. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ നേരത്തെ വീട്ടിലേക്ക് പോയി കളഞ്ഞു. നമുക്ക് 2 ചീത്ത വിളിക്കാൻ പറ്റിയ സമയമാണല്ലോ. ഈ മേയർ അവിടെ നിൽക്കട്ടെന്നേ, കാരണം എല്ലാവരും അവിടെ നിൽക്കില്ലേ, മന്ത്രി ശിവൻകുട്ടിയും ഒക്കെയുള്ള ആളുകൾ അവിടെ നിൽക്കുകയാണ്.